എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാന മന്ദിരത്തിൽ വലിയ തർക്കമാണ് നമ്മൾ കഴിഞ്ഞ മിനിറ്റുകളിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും ആ തർക്കം പൂർണ്ണമായും തീർന്നിട്ടില്ല. സൈഫുന്നിസ അലിയാർ നമുക്കൊപ്പമുണ്ട്. സൈഫുന്നിസ അലിയാർ, പ്രാർത്ഥനായജ്ഞവുമായാണ് വൈദികർ ആദ്യഘട്ടത്തിൽ ഇരുന്നതെങ്കിൽ ഇതിപ്പോൾ പോലീസിന് നേരെയുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണോ? അൽമായ മുന്നേറ്റത്തിന്റെ ആളുകളൊക്കെ പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നതാണോ നമ്മൾ ഈ കാണുന്നത്? തീർച്ചയായും സുജയ, പുറത്ത് ഇപ്പോൾ പ്രവർത്തകരെ ശാന്തമാക്കാൻ ശ്രമിക്കുകയാണ്. അകത്ത് ഇപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് അശ്വതി ജിജിയും ഒപ്പം തന്നെ വൈദികരുമായി ചർച്ച നടത്തുകയാണ്. സെൻട്രൽ CA അനീഷ് ജോയിയും ഒപ്പം തന്നെ സൗത്ത് ACP രാജ്കുമാർ അടക്കമുള്ളവർ ഇപ്പോൾ ഈ സമരക്കാരായ വൈദികരുമായി ചർച്ച നടത്തുകയാണ്. വൈദികരെ അകത്ത് കയറ്റിയുള്ള സമരത്തിന് അനുവദിക്കാനാകില്ല എന്ന് തന്നെയാണ് പോലീസിൻ്റെ നിലപാട്. ആ നിലപാടാണ് ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച എത്രത്തോളം നീണ്ടുപോകുമെന്നറിയില്ല. കാരണം രാവിലെ ഈ പോലീസ് നടപടിക്ക് ശേഷവും സമാധാനപരമായി തുടങ്ങിയ പ്രതിഷേധം പിന്നീട് ഒരു അക്രമാസക്തമാകുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ കണ്ടത്. ഈ ഗേറ്റ് തള്ളി തുറക്കാനൊക്കെ ശ്രമിച്ചു. പലതവണ പോലീസ് പ്രതിരോധം തീർത്തു. ഗേറ്റ് വലിച്ച് താഴെയിടാനുള്ള ശ്രമം നടത്തി. അതെ, ഈ ബിഷപ്പ് ഹൗസിൻ്റെ ഗേറ്റാണ് പൊളിഞ്ഞു കിടക്കുന്നത്. ഗേറ്റിൻ്റെ പല ഭാഗങ്ങളും പ്രതിഷേധക്കാരുടെ കൈകളിലുണ്ട്. അതിൻ്റെ ഈ കൈവരികളൊക്കെ പ്രതിഷേധക്കാരുടെ കൈകളിൽ ഉണ്ട്. ഇനിയും കയറുമായി ഈ ഭാഗത്തെ ഗേറ്റ് കൂടി തകർക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടെയാണ് DCP ഈ പ്രതിഷേധക്കാരെ അകത്തേക്ക് വിളിപ്പിച്ചത്. ഈ വൈദികരെ മാത്രമാണ്, 2 വൈദികരെയാണ് അകത്തേക്ക് വിളിപ്പിച്ചത്. അവരുമായാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത്. പക്ഷേ പോലീസ് പറയുന്ന ആവശ്യങ്ങളോട് ഇവർ അംഗീകരിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായി. കാരണം ഇപ്പോഴും ആ തർക്കം നടക്കുക തന്നെയാണ്. അകത്ത് പോലീസുമായി ഒരു രീതിയിലും പിരിഞ്ഞു പോകില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാരുള്ളത്. 21 വൈദികരെയാണ് രാവിലെ 5:15 പോലീസ് ഈ ബിഷപ്പ് ഹൗസിന് മുൻപിൽ സമരം നടത്തിയിരുന്ന പ്രതിഷേധക്കാരെ പുറത്തേക്ക് കൊണ്ടുപോയത്, പുറത്തിട്ടത്. അതിനുശേഷം ഈ ബസിലിക്കയുടെ കോമ്പൗണ്ടിനകത്ത് തുടരുന്ന വൈദികരെ തിരിച്ച് ഈ ബിഷപ്പ് ഹൗസിന്റെ ഫ്രണ്ടിൽ തന്നെ സമരം ചെയ്യുവാനായി അനുവദിക്കണം എന്നുള്ള നിലപാടിലാണ് ഈ അൽമായ അനുരഞ്ജന ചർച്ചകൾക്കുമില്ല. അതുമാത്രമാണ് പിന്നോട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇന്ന് സിനഡ് യോഗം കഴിഞ്ഞ് ഇപ്പോൾ DCP വൈദികരുമായി, അതായത് അവിടെ പ്രാർത്ഥനായജ്ഞം നടത്തിയിരുന്ന വൈദികരുമായി സംസാരിക്കുന്നതാണോ ആ ഗേറ്റിനുള്ളിലൂടെ നമ്മൾ കാണുന്നത്? പൊളിഞ്ഞു കിടക്കുന്ന ഭാഗത്തു കൂടിയുള്ള ദൃശ്യം അതാണോ സൈഫുന്നിസ? പ്രാർത്ഥനായജ്ഞം നടത്തിയ വൈദികരല്ല അത് സുജയ. പ്രാർത്ഥനായജ്ഞം നടത്തിയ വൈദികർ ഇപ്പോഴും ബസിലിക്ക പള്ളിയുടെ കോമ്പൗണ്ടിൽ ാണുള്ളത്. ഈ അൽമായ മുന്നേറ്റത്തിലെ, അതായത് വിമത ഭാഗത്തെ അനുകൂലിക്കുന്ന 2 വൈദികരെയാണ് ഇപ്പോൾ ചർച്ചകൾക്കായി വൈദികരല്ല ഇവർ. സമരം നടത്തിയ വൈദികർ ഇപ്പോഴും ബസിലിക്ക പള്ളിയുടെ കോമ്പൗണ്ടിൽ തുടരുകയാണ്. ഈ വൈദികരുടെ നിലപാട് നിർണായകമാകും. കാരണം ഈ ഏതെങ്കിലും രീതിയിൽ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ വൈദികർ തയ്യാറായാൽ മാത്രമേ ഈ രീതിയിലുള്ള ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഈ സംഘർഷഭരിതമായ ാകൂ, ഇല്ലെങ്കിൽ ഇവരെ പിരിച്ചുവിടാനാകൂ. അതിനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നടത്തുന്നത്. DCP അശ്വതി ജിജിയും ഒപ്പം തന്നെ സെൻട്രൽ CA അനീഷ് ജോയിയും സൗത്ത് ACP രാജ്കുമാറൊക്കെയാണ് അവരോട് സംസാരിക്കുന്നത്. പക്ഷേ ഒരു രീതിയിലും വൈദികർ ഈ അനുനയ ചർച്ചകൾക്കൊന്നും വഴങ്ങുന്നില്ല. ADM അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്നാണ് കളക്ടർ ഫോണിലൂടെ അവർ അറിയിച്ചത്. അതുവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അതിനുശേഷവും കയർ കൊണ്ടുവന്ന് ഗേറ്റ് തകർത്ത് അകത്ത് കയറാനുള്ള ശ്രമമാണ് ഇവർ നടത്തിയത്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു നിലപാടുണ്ടായിരുന്നു. അതായത് ഒരു രീതിയിലും ഇവർക്കെതിരെ ലാത്തി വീശുകയോ അതല്ലെങ്കിൽ പോലീസ് നടപടി ഉണ്ടാവുകയോ ചെയ്യേണ്ട, അത് കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും എന്നുള്ളത് കൊണ്ട് അത്തരം നടപടികളിലേക്കൊന്നും എന്നുള്ളത് പോലീസിന്റെ തന്നെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെയും അത്തരം രീതിയിലേക്കുള്ള സംഘർഷത്തിലേക്ക് പോയില്ല. പലപ്പോഴും ഉന്തും തള്ളും ഉണ്ടായതല്ലാതെ വലിയ രീതിയിൽ പോലീസിന്റെ ഒരു നടപടി ഉണ്ടായില്ല. എന്തായാലും ആ ചർച്ചയുടെ തീരുമാനം എന്താണെന്ന് അറിയാൻ നമുക്കും കാത്തിരിക്കാം. സൈഫുന്നിസ അവിടെ തന്നെ തുടരുക.